എല്ലാവർക്കും മഞ്ചാടിയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഞാനാണ് ടിങ്കിൾ, നിങ്ങളുടെ ചക്കര വാവ. എൻ്റെ കൂട്ടുകാർക്കായി ഒത്തിരി പാട്ടും ഒത്തിരി കഥയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ മഞ്ചാടി ചെപ്പൊന്ന് തുടർന്നാലോ? ആദ്യം കൂടി നാടൻ പാട്ടുകളായല്ലോ. എൻ്റെ കൂട്ടുകാർക്ക് പാടി രസിക്കാൻ പറ്റിയ പാട്ടുകൾ. ആദ്യത്തെ പാട്ട് ഒരു കട്ടുറുമ്പിന്റെ കാതുകുത്തിനെ കുറിച്ചാണ്. കട്ടുറുമ്പിന് കാതുകുത്തുന്ന കാട്ടിൽ എന്തൊരു മേളാങ്കം. നല്ല പാട്ടാ, ശ്രദ്ധിച്ചു കേട്ടോ. കുത്തണ കാട്ടിലെന്തൊരു മേളാങ്കം. നട്ടരും വന്നു, വീട്ടരും വന്നു, കേട്ടോരൊക്കെ വിരുന്നു വന്നു. കട്ടുറുമ്പിന് കാത് കുത്തണ കാട്ടിലെന്തൊരു മേളാങ്കം. നട്ടരും വന്നു, വീട്ടരും വന്നു, കേട്ടോരൊക്കെ വിരുന്നു വന്നു. അരിയുമായി ചുണ്ടലി വന്നു, ചുണ്ടലി വന്നു, ചുണ്ടലി വന്നു. വിറകുമായി കാട്ടാന വന്നു, കാട്ടാന വന്നു, കാട്ടാന വന്നു. പച്ചു വിളമ്പാൻ ഈച്ചയും വന്നു, ഈച്ചയും വന്നു, ഈച്ചയും വന്നു. വേവു നോക്കാൻ പൂച്ചയും വന്നു, പൂച്ചയും വന്നു, പൂച്ചയും വന്നു. പരിപ്പ് വച്ചു, പരിപ്പ് വച്ചു. പായസം വച്ചു, പായസം വച്ചു. പച്ചടി കിച്ചടി വേറെയും വച്ചു. പരിപ്പ് വച്ചു, പായസം വച്ചു, പച്ചടി കിച്ചടി വേറെയും വച്ചു. നാട്ടരുമുണ്ടോ, വീട്ടരുമുണ്ടോ, കൂട്ടരുമുണ്ടോ, കുട്ടികളുമുണ്ടോ. എനിക്ക് മാത്രം കിട്ടിയില്ല, എനിക്ക് മാത്രം കിട്ടിയില്ല. കട്ടറുമ്പിന് കാത് കുത്തണ കാട്ടിലെന്തൊരു മേളാങ്കം. നട്ടരും വന്നു, വീട്ടരും വന്നു, കേട്ടോരൊക്കെ വിരുന്നു വന്നു. നഴ്സറി പാട്ടായാലോ? ഒരു കൊച്ചു പൂച്ചക്കുഞ്ഞിന് പറ്റിയ അമളയെ കുറിച്ചാണ് ഈ പാട്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അമളി പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലും പറയില്ല, പറഞ്ഞാലേ എല്ലാരും കളിയാക്കും അല്ലേ? ഇതാ പാട്ട്, കൂടെ പാടണേ, ഓക്കെ? കുഞ്ഞിനൊരു കൊച്ചമളിപ്പറ്റി കാച്ചി വച്ച ചൂടുപാലിൽ ഓടിച്ചെന്നു നക്കി. കൊച്ചു നാക്കു പൊള്ളിയപ്പോൾ പാവ പൂച്ച കേണു. മ്യാവ് 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 മ്യാവ്. ഇനി കൂട്ടുകാർക്ക് പാടാൻ പറ്റിയൊരു പാട്ടാണ്. ആനയെ കുറിച്ചാണ് കേട്ടോ. ആനയെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? തലയും കുലുക്കി വാലുമാട്ടി എന്ത് രസമാണ് അവന്റെ മട്ടും നടത്തവും ഒക്കെ. ദാ കേട്ടോളൂ, കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ. ആന വരുന്നേ, ആന വരുന്നേ, കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ. കലക്ക വെള്ളം തെറ്റിച്ചങ്ങനെ കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ. കൂവത്തണ്ടും വളച്ചൊടിച്ചേ കുഞ്ഞയ്യപ്പൻ ആന വരുന്നേ. ആ
വളരെ രസമുള്ള ഒരു നാടൻ പാട്ടാണ് അടുത്തത്. പഴം വേണം ആമ പറഞ്ഞു, വാഴ നടാം ആന പറഞ്ഞു. പഴം വേണം ആമ പറഞ്ഞു, വാഴ നടാം ആന പറഞ്ഞു. പഴം വേണം ആമ പറഞ്ഞു, വാഴ നടാം ആന പറഞ്ഞു. തറയിറക്കി വര വരച്ചു, തടമെടുത്തു വാഴ നട്ടു. ചാരമിട്ടു തടം നനച്ചു, ഇല വന്നു ഇല തിന്നാനാടു വന്നു. എന്നിട്ടോ ഇനിയാരും തിന്നരുത്, ഇല പോലും കാണരുത്. ഈറ കീറി വേലി കെട്ട ഈച്ച പോലും കീറരുത്. പഴം വേണം ആമ പറഞ്ഞു, വാഴ നടാം ആന പറഞ്ഞു. പഴം വേണം ആമ പറഞ്ഞു, വാഴ നടാം ആന പറഞ്ഞു. ലല്ലലാല 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 ഇനി ഒരു കുഞ്ഞിക്കുറുക്കനെ കുറിച്ചുള്ള പാട്ടായാലോ? ദാ ഒരു കുഞ്ഞിക്കുറുക്കൻ. കുഞ്ഞിക്കുറുക്ക നിനക്കെന്തു വേല. കൂടെ പാടണേ. പാട്ടാണ് കൂട്ടുകാർക്ക് പാടാൻ പറ്റിയൊരു നാടൻ പാട്ട്. മഴയെ കുറിച്ചാണ് കേട്ടോ. ദാ കേട്ടോളൂ. പല പല താളം കേൾക്കുന്നു. മഴ 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 പെയ്യുന്നു, മലയുടെ മുകളിൽ പെയ്യുന്നു. മഴ 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 പെയ്യുന്നു, മഴയിൽ പുഴയിൽ നിറയുന്നു. മഴ 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 തവളകൾ ചാടി രസിക്കുന്നു. മഴ 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 പെയ്യുന്നു, മഴയിൽ പുഴയിൽ നിറയുന്നു. മഴ 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 തവളകൾ ചാടി രസിക്കുന്നു. പല പല താളം കേൾക്കുന്നു. മഴ 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 പെയ്യുന്നു, മലയുടെ മുകളിൽ പെയ്യുന്നു. മഴ 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 പെയ്യുന്നു, വഴിയിൽ പുഴയിൽ നിറയുന്നു.
നിങ്ങൾക്ക് എത്ര വരെ എണ്ണാൻ അറിയാം? 5 വരെ, 10 വരെ? ശരി, എളുപ്പത്തിൽ എണ്ണാൻ പഠിക്കാൻ പറ്റിയൊരു പാട്ടുണ്ട്. നിങ്ങൾക്ക് പാടി രസിക്കുകയും ഒപ്പം 1 മുതൽ 10 വരെ എണ്ണി പഠിക്കുകയും ചെയ്യാം. കേട്ടോളൂ. ഒരു പച്ചത്തവള ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 2. 2 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 3. 3 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 4. 4 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 5. 5 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 6. 6 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 7. 7 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 8. 8 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 9. 9 പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം 10. വളരെ രസമുള്ള കുറെ കഥകളാണ് അടുത്തത്. പഞ്ചതന്ത്രത്തിൽ നിന്നാണ് ഈ കഥകളൊക്കെ. നല്ല ഗുണപാഠമുള്ള കഥകളാണ് കേട്ടോ. ചതിയന്മാർക്ക് എന്താ പറ്റുക? തീർച്ചയായും ഏതെങ്കിലും കുഴിയിൽ വീഴും. ഈ ഗുണപാഠം പറഞ്ഞു തരുന്ന ഒരു കഥ കേട്ടോളൂ. കൊക്കും ഞണ്ടും. ഒരു കാടിന്റെ നടുവിലുള്ള തടാകത്തിൽ നിറയെ മത്സ്യങ്ങളും ഞണ്ടുകളും താമസിച്ചിരുന്നു. ഈ തടാകത്തിൽ നിന്ന് മീൻ പിടിച്ചാണ് ഒരു വയസ്സൻ കൊക്ക് കഴിഞ്ഞിരുന്നത്. പ്രായക്കൂടുതൽ കൊണ്ട് കൊക്കിന് ക്രമേണ മീൻ പിടിക്കാനും കഴിയാതെയായി. ഇങ്ങനെ പോയാൽ ഭക്ഷണം കിട്ടാതെ ഞാൻ ചാവും. ഒരു സൂത്രം പ്രയോഗിക്കാം. എന്താ കൊക്കമാവ ഇങ്ങനെ കരയുന്നത്? എന്താ കാര്യം? ചൂടും വരൾച്ചയും അടുത്തു വരുന്നതുകൊണ്ട് ഞാൻ മാംസാഹാരം ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അയ്യോ, വരൾച്ചയിൽ കുളം വറ്റിയ ഞങ്ങൾ ചത്തൊടുങ്ങും. രക്ഷപ്പെടാൻ എന്താ മാർഗം കൊക്കമാവ? ഞങ്ങളെ കൈവിടരുതേ. മീനുകളുടെ ചോദ്യം കേട്ട് തന്റെ സൂത്രം ഫലിച്ചുവെന്ന് കൊക്കിന് മനസ്സിലായി. നിങ്ങൾ വിഷമിക്കണ്ട, അങ്ങു ദൂരെ ഇതിനേക്കാൾ വലിയൊരു കുളമുണ്ട്. നിങ്ങളെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകും. കൊക്ക് ഓരോ ദിവസം ഓരോ മീനിനെയായി കൊത്തിയെടുത്ത് പറക്കാൻ ആരംഭിച്ചു.
അങ്ങനെ ഞണ്ടിന്റെ ഊഴമായി. വളരെ ദൂരം പറന്നിട്ടും ഞണ്ട് കുളമൊന്നും കണ്ടില്ല. എവിടെ കൊക്കമ്മാവ വലിയ കുളം? എടാ മണ്ടാ, കുളവുമില്ല വെള്ളവുമില്ല. മീനുകളെ തിന്ന് ഞാൻ മടുത്തു. ഇന്ന് നീ ആയത് നന്നായി. ഞണ്ട് പേടിച്ചു വിറച്ചു. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. പിടിവിട്ട് താഴെ ചാടിയാൽ മരണമുറപ്പ്. ഈ ചതിയൻ കൊക്ക് തിന്നുകയും ചെയ്യും. എന്നാൽ ഈ ചതിയനെ വകവരുത്തിയിട്ട് തന്നെ കാര്യം. ഞണ്ട് തിരികെ കുളത്തിലേക്ക് ചെന്നപ്പോ കൂട്ടുകാർക്ക് അത്ഭുതമായി. ഉണ്ടായതെല്ലാം അവൻ വിസ്തരിച്ചു പറഞ്ഞു. എല്ലാവരും ഞണ്ടിന്റെ ധൈര്യത്തെ അഭിനന്ദിച്ചു. വളരെ രസമുള്ള ഒരു കഥയാണ് അടുത്തത്. സൂത്രക്കാരനായ കുറുക്കച്ചന്റെ ഒരു മണ്ടൻ സിംഹത്തിന്റെ കഥ കേട്ടോളൂ. സംസാരിക്കുന്ന ഗുഹ. ഒരു ദിവസം വിക്രമൻ സിംഹം വിശന്നു വലഞ്ഞ് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. നടന്ന് നടന്ന് ക്ഷീണിച്ച വിക്രമൻ അവശനായി ഒരു മരത്തണലിലിരുന്നു. ഒരു മുയലെങ്കിലും ഈ വഴി വന്നിരുന്നെങ്കിൽ. എനിക്കാണെങ്കിൽ ഓടി നടന്ന് വേട്ടയാടാനും വയ്യ. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വിഷണ്ണനായിരുന്ന വിക്രമൻ മരത്തണലിൽ അല്പനേരം ഉറങ്ങിപ്പോയി. ഒരു പാറ വന്ന് വീഴുന്ന ശബ്ദം കേട്ട് വിക്രമൻ ഞെട്ടി ഉണർന്ന് ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. അതാ അവിടെ ഒരു ഗുഹ. വിക്രമൻ ഗുഹയുടെ അടുത്തേക്ക് ചെന്ന് അതിനു ചുറ്റും തിരഞ്ഞു. മണ്ണിൽ ചില കാൽപ്പാടുകളും കണ്ടു. ഏതായാലും ഒരു മൃഗം അവിടെ താമസിക്കുന്നുണ്ടെന്ന് അവൻ തീർച്ചപ്പെടുത്തി. അവൻ ഇറങ്ങി വരുന്നതുവരെ കാത്തിരിക്കാം. വിക്രമൻ ചെടികൾക്കിടയിൽ മൃഗം വരുന്നതും കാത്ത് ഒളിച്ചിരുന്നു. സമയമേറെ കഴിഞ്ഞിട്ടും ഒരു മൃഗവും അതുവഴി വന്നില്ല. അപ്പോൾ വിക്രമന് ഒരു ബുദ്ധി തോന്നി. ഞാനിങ്ങനെ വെളിയിൽ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഒരുപക്ഷെ മൃഗത്തെ പിടിക്കുമ്പോൾ അവൻ കുതറി രക്ഷപ്പെട്ടാലോ? ഗുഹയ്ക്കകത്ത് തന്നെ കയറിയിരിക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയിൽ താമസിക്കുന്ന കുറുക്കച്ചൻ അവിടെ എത്തി. ഗുഹയുടെ വെളിയിൽ ഒരു വലിയ മൃഗത്തിന്റെ കാൽപ്പാടുകൾ കണ്ട് കുറുക്കൻ ഒന്ന് നടുങ്ങി. അവൻ മണത്തു നോക്കിയും കാൽപെരുമാറ്റം ശ്രദ്ധിച്ചും ഗുഹയ്ക്കുള്ളിലെ മൃഗത്തെ തിരിച്ചറിയാൻ നോക്കി. ഏതായാലും ഉള്ളിൽ കയറുന്നത് അപകടമാണ്. ഒരു ബുദ്ധി പരീക്ഷിക്കുക കുറുക്കച്ചൻ തീരുമാനിച്ചു. അവൻ ഗുഹയ്ക്ക് വെളിയിൽ നിന്ന് വിളിച്ചു കൂവി, അല്ലയോ ഗുഹേ, ഞാൻ വരുമ്പോൾ നീ എന്നും എന്നെ പേര് വിളിച്ച് സ്വീകരിക്കാറുണ്ടല്ലോ.
ഞാൻ വന്നത് നീ കണ്ടില്ലേ? മറുപടി പറഞ്ഞില്ലെങ്കിൽ കുറുക്കൻ തിരിച്ചുപോയാലോ എന്ന് ചിന്തിച്ച് വിക്രമൻ ഉച്ചത്തിൽ പറഞ്ഞു, നീ വന്നത് ഞാൻ കണ്ടു. മടിക്കാതെ അകത്തേക്ക് കയറി വരൂ. അതിനുള്ളിൽ സിംഹമാണെന്ന് ശബ്ദത്തിൽ നിന്നും അവൻ തീർച്ചപ്പെടുത്തി. കുറുക്കച്ചൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നോക്കണേ കുറുക്കച്ചന്റെ ഒരു ബുദ്ധി. ഐക്യമത്യം മഹാബലം. ഈ പഴഞ്ചൊല്ല് കൂട്ടുകാർ കേട്ടിട്ടില്ലേ? ഒന്നിച്ചു നിന്നാൽ എന്തിനേയും നേരിടാം. പഞ്ചതന്ത്രത്തിലെ ഈ കഥ നോക്കൂ. മതയാനയും കുരുവികളും. കാട്ടിലെ ഒരു പൂമരത്തിൽ 2 ഇണക്കുരുവികൾ കൂടുകൂട്ടി താമസിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മദമിളകിയ ഒരു കാട്ടാന അവിടെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ മുട്ടകൾ നശിപ്പിച്ച മതയാനയെ ഒരു പാഠം പഠിപ്പിക്കണം, ആൺകിളി നിശ്ചയിച്ചു. അവൻ ഇണക്കിളിയെയും കൂട്ടി തൻ്റെ സുഹൃത്തായ മരംകൊത്തിയുടെ അടുത്തേക്ക് പോയി സങ്കടം പറഞ്ഞു. ശരിയാണ്, ദുഷ്ടനായ ആനയെ പാഠം പഠിപ്പിക്കണം. ഇനി അവൻ്റെ ശല്യം ഉണ്ടാകരുത്. പക്ഷെ നമ്മൾക്കെന്താണ് ചെയ്യാൻ കഴിയുക? മരംകൊത്തി ഒരു നിമിഷം ആലോചിച്ചു. എനിക്കൊരു സുഹൃത്തുണ്ട്, തടാകത്തിൽ താമസിക്കുന്ന തവളച്ചേട്ടൻ. നല്ല ബുദ്ധിമാനാ. ഒരു പക്ഷെ അദ്ദേഹത്തിന് നമ്മെ സഹായിക്കാനാകും. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. പക്ഷേ ശത്രു ശക്തിമാനാണ്. ബുദ്ധി കൊണ്ട് മാത്രമേ അവനെ തോൽപ്പിക്കാനാവൂ. അപ്പോഴേക്കും തവളയുടെ സുഹൃത്തായ ഒരു കൊതുക് അവിടെ പറന്നെത്തി. അവർ 4 പേരും കൂടി പല ഉപായങ്ങളും ആലോചിച്ചു. മതയാന തളർന്നു കിടക്കുമ്പോൾ കൊതുക് അവൻ്റെ കാതിൽ മധുരമുള്ള സംഗീതം മൂളണം. ഈ സമയം മരം കൊത്തി കൊക്കുകൾ കൊണ്ട് അവൻ്റെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിക്കണം. മതയാന കണ്ണ് കാണാതെ തലങ്ങും വിലങ്ങും ഓടി തളർന്നു. അപ്പോ ദാഹമുണ്ടായി. വെള്ളം കുടിക്കാനായി അവൻ അലമുറയിട്ട്. തവളച്ചേട്ടൻ അപ്പോ പാറക്കെട്ടിനടുത്ത് ചരിവുള്ള സ്ഥലത്ത് പതുങ്ങിയിരുന്ന് ശബ്ദിച്ചു. ശബ്ദം കേട്ട് വെള്ളമുണ്ടെന്ന് കരുതി അവൻ ചരിവിലേക്ക് ഓടിയിറങ്ങി വലിയ കുഴിയിലേക്ക് വീണു.
നോക്കണേ ദുഷ്ടന്റെ വിധി. മഞ്ചാടി. ഇനി എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് ദുഷ്ടനായ സിംഹത്തെ തോൽപ്പിച്ച കുഞ്ഞുമോയന്റെ കഥ. സിംഹത്തെ സൂത്രം കൊണ്ട് പറ്റിച്ച് അവൻ കാട്ടിലെ മൃഗങ്ങളെ എല്ലാരെയും രക്ഷിച്ചു. എന്നാ ശ്രദ്ധിച്ചിട്ട് കേട്ടോളൂ കിട്ടുവിന്റെ കൗശലം. പണ്ടൊരു കാട്ടിൽ വിക്രമൻ എന്നു പേരുള്ള ദുഷ്ടനായ ഒരു സിംഹം താമസിച്ചിരുന്നു. അക്രമിയും അഹങ്കാരിയും ക്രൂരനുമായിരുന്നു വിക്രമൻ. മൃഗങ്ങളെ വേട്ടയാടുന്നതും വിരട്ടുന്നതുമായിരുന്നു വിക്രമന്റെ വിനോദങ്ങൾ. പേടിച്ചരണ്ട മൃഗങ്ങൾ തങ്ങളെ കൂട്ടത്തോടെ കൊല്ലരുതേ എന്ന് വിക്രമനോട് അപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ സംഘം ചേർന്ന് വിക്രമന്റെ അടുത്തെത്തി. തങ്ങളെ ഉപദ്രവിക്കരുതെന്നും ഓരോ ദിവസവും ഓരോരുത്തരായി ഊഴമനുസരിച്ച് എത്തിക്കൊള്ളാമെന്നും അവർ വിക്രമന് ഉറപ്പു നൽകി. ദിവസങ്ങൾ കഴിഞ്ഞു. ഊഴമനുസരിച്ച് കുരങ്ങൻ, മാൻ, പോത്ത് ഇങ്ങനെ ഓരോ മൃഗങ്ങളെയായി വിക്രമൻ തിന്നു. അങ്ങനെ കിട്ടുമുയലിൻ്റെ ഊഴമെത്തി. സിംഹം തന്നെ കൊന്നു തിന്നുന്നത് ആലോചിക്കാൻ പോലും കിട്ടുവിന് കഴിഞ്ഞില്ല. പോകാതിരുന്നാലോ വിക്രമൻ വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനുള്ള ഉപായങ്ങൾ ആലോചിച്ചുകൊണ്ട് കിട്ടു അങ്ങനെ നടന്നു. വഴിവക്കിൽ ഒരു പൊട്ടക്കിണർ അവൻ കണ്ടു. കൗതുകത്തോടെ കിട്ടു അതിനുള്ളിലേക്ക് നോക്കി. പൊട്ടക്കിണറ്റിലെ വെള്ളത്തിൽ തൻ്റെ രൂപം കണ്ടപ്പോൾ കിട്ടുവിന് ഒരു ബുദ്ധി തോന്നി. വിക്രമനെ കൊടുക്കാൻ ഇത് തന്നെ അവസരം. കിട്ടു പതിയെ വിക്രമന്റെ അടുത്തെത്തി. നീ ഇത്ര നേരം എവിടെയായിരുന്നു? എനിക്ക് വിശന്നിട്ട് സഹിക്കുന്നില്ല. വേഗം വാ, വന്നെൻ്റെ മുൻപിൽ നിൽക്ക്. അവിടുന്ന് പൊറുക്കണം. ഞാൻ വരുന്ന വഴിയിൽ മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു. മാത്രമല്ല, അങ്ങേ അവൻ വെല്ലുവിളിക്കുകയും കാട്ടിലെ രാജാവ് അവനാണെന്ന് പറയുകയും ചെയ്തു. അവൻ്റെ കയ്യിൽ നിന്നും കഷ്ടിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത്. വിക്രമൻ കോപം കൊണ്ട് ജ്വലിച്ചു. കാട് പൊട്ടുമാറ് അവൻ അലറി. എന്ത്? ഈ കാട്ടിൽ മറ്റൊരു സിംഹമോ? അവനെ വക വരുത്തിയിട്ട് തന്നെ ഇനി ഭക്ഷണം. കിട്ടുമുയൽ വിക്രമനെ പൊട്ടക്കിണറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അതാ അവൻ ആ കിണറ്റിനകത്തുണ്ട്. വിക്രമൻ ആരിശത്തോടെ കിണറ്റിന്റെ അടുത്തേക്ക് ചെന്ന് അതിനുള്ളിലേക്ക് നോക്കി. വെള്ളത്തിൽ സ്വന്തം രൂപം കണ്ട വിക്രമൻ കോപം കൊണ്ട് അലറി. അത് മറ്റേ സിംഹമാണെന്ന് ധരിച്ച് അവൻ കിണറ്റിലേക്ക് എടുത്തു ചാടി. കിട്ടുമുയൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ പോയി എല്ലാ മൃഗങ്ങളോടും വിവരം പറഞ്ഞു. എല്ലാവർക്കും വളരെ സന്തോഷമായി. അവർ കിട്ടുവിന്റെ ബുദ്ധിശക്തിയെ അഭിനന്ദിച്ചു. ദുഷ്ടനായ കുറുക്കന് കിട്ടിയ ശിക്ഷയെക്കുറിച്ചാണ് അടുത്ത കഥ. കുട്ടനും മുട്ടനും. ഒരു കാട്ടിനടുത്തുള്ള ഗ്രാമത്തിൽ കുട്ടനെന്നും മുട്ടനെന്നും പേരുള്ള
2 മുട്ടനാടുകൾ ഉണ്ടായിരുന്നു. ഉറ്റ ചങ്ങാതിമാരായിരുന്നു അവർ. കാട്ടിൽ നിന്നും നാട്ടിലെത്തിയ ജംബുകൻ എന്ന കുറുക്കൻ ഒരു ദിവസം അവരെ കണ്ടു. കൊഴുത്ത് തുടുത്ത അവയുടെ ശരീരം കണ്ട് അവന്റെ നാവിൽ വെള്ളമൂറി. ആട്ടിൻ മാംസത്തിന്റെ രുചി ഓർത്ത് അവൻ ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവയെ ഒരുമിച്ചാക്രമിക്കാനുള്ള ആരോഗ്യം തനിക്കില്ല. അവയാണെങ്കിൽ എപ്പോഴും ഒരുമിച്ചാണ് താൻ. ജംബുകൻ തല പുകഞ്ഞാലോചിച്ചു. ഒടുവിൽ ഒരു വഴി പരീക്ഷിക്കാമെന്ന് ഉറപ്പിച്ചു. ഇവയെ തമ്മിലകറ്റി കാര്യം നേടാം. കുട്ടൻ വെള്ളം കുടിക്കാൻ തടാകത്തിലേക്ക് പോയപ്പോൾ അവൻ മുട്ടനെ സമീപിച്ചു. മുട്ട, നിന്നോടെനിക്ക് സ്വകാര്യമായി ചിലത് പറയാനുണ്ട്. എന്നോടോ? മുട്ട, നിന്നെ വളരെ നാളായി ഞാൻ കാണുന്നു. നീ അതീവ ശക്തിമാനാണ്, ഒരുപക്ഷെ കുട്ടനേക്കാളും. ശക്തിയുണ്ടെന്ന് നെഗളിച്ചാൽ മാത്രം പോരാ, അത് തെളിയിക്കണം. അതെന്തിന്? നീ ശക്തിമാനാണെന്ന് കണ്ടാൽ വനദേവത നിന്നിൽ പ്രസാദിക്കും. അജയ്യമായ ശക്തി നിനക്ക് വരമായി ലഭിക്കും. എന്നാൽ നിനക്കൊരു പക്ഷേ രാജ്യഭാരം തന്നെ കിട്ടിയേക്കാം. വെറുതെ കളിച്ചു നടന്ന് ജീവിതം പാഴാക്കരുത്. നീ പറയുന്നത് സത്യമാണോ? ശക്തി തെളിയിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുറുക്കന് സന്തോഷമായി. തന്റെ വിദ്യ ഫലിക്കുന്നുണ്ട്. മുട്ട, നീ കുട്ടനെ പോരിന് വിളിക്കണം. അവനെ തോൽപ്പിച്ച് നിന്റെ ശക്തി തെളിയിക്കണം. ജംബുകൻ ഇത്രയും പറഞ്ഞ് നേരെ തടാകത്തിലേക്ക് പോയി. മുട്ടനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ കുട്ടനോടും അവൻ പറഞ്ഞു. മുട്ടനെ പോരിന് വിളിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. കുറുക്കന്റെ വിദ്യ ഫലിച്ചു. ജംബുകൻ ഇതൊക്കെ കണ്ട് രസിച്ച് ദൂരെ അങ്ങനെ ഇരുന്നു. എന്നാൽ ചോര വാർന്നു വീഴുന്നത് കണ്ടപ്പോൾ അവന് കൊതി സഹിച്ചില്ല. ചൂട് ചോര നക്കി കുടിക്കാൻ അവൻ ആടുകളുടെ ഇടയിലേക്ക് ആർത്തിയോടെ ഓടിച്ചെന്നു. നോക്കണേ, ദുഷ്ടന് കിട്ടിയ ശിക്ഷ. അടുത്ത കഥ ഏതെന്നറിയാമോ? പണ്ട് ആമയും മുയലും ഓട്ടപ്പന്തയം നടത്തിയ കഥ. ആമയും മുയലും പന്തയം വെച്ച് ആര് ജയിക്കും? കണ്ടു നോക്ക്. ആമയും മുയലും. വളരെ ബുദ്ധിമാനായിരുന്നു കിട്ടുമുയൽ. എന്നാൽ അവൻ തന്റെ ബുദ്ധിശക്തിയിലും സാമർഥ്യത്തിലും അതിയായി അഹങ്കരിച്ചിരുന്നു. താൻ ഒരു കേമനാണെന്ന വിചാരം കിട്ടുമുയലിന് എപ്പോഴും ഉണ്ടായിരുന്നു. മാത്രമല്ല, അവൻ മറ്റു മൃഗങ്ങളെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ കളിയാക്കുമായിരുന്നു. ഒരു ദിവസം കിട്ടു പാവം ആമച്ചേട്ടനെ കണക്കിന് കളിയാക്കി.
ആമച്ചേട്ടൻ ഇഴഞ്ഞാണ് നടക്കുന്നതെന്നും ഉറുമ്പുകൾ പോലും ആമച്ചേട്ടനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമെന്നും അവൻ പറഞ്ഞു. ആമച്ചേട്ടൻ കിട്ടുവിൻ്റെ പരിഹാസം കേട്ട് ദുഃഖം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. കിട്ടു വീണ്ടും തൻ്റെ സാമർഥ്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു. താൻ മികച്ച ഓട്ടക്കാരനാണെന്നും അവൻ അഹങ്കാരത്തോടെ വിളിച്ചുകൂവി. മാത്രമല്ല, അവൻ കാട്ടിലെ മൃഗങ്ങളെ തന്നോട് മത്സരിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ഈ അഹങ്കാരി മുയലിനെ ഒരു പാഠം പഠിപ്പിക്കണം. ആമച്ചേട്ടൻ തീരുമാനിച്ചു. നിന്നോട് മത്സരിക്കാൻ ഞാനുണ്ട്, ആമച്ചേട്ടൻ പറഞ്ഞു. കിട്ടു അമ്പരന്നു. എങ്കിലും അവൻ ആമച്ചേട്ടനെ പുച്ഛിച്ചു തള്ളി. അടുത്ത ദിവസം തന്നെ ആമച്ചേട്ടനും കിട്ടുമുയലും പുഴവക്കിലെ മരച്ചുവട്ടിൽ ഓട്ടപ്പന്തയത്തിനായി എത്തിച്ചേർന്നു. മരച്ചുവട്ടിൽ നിന്നും പൊട്ടക്കിണർ വരെയായിരുന്നു പന്തയം. മത്സരം കാണാൻ ധാരാളം മൃഗങ്ങൾ എത്തിയിരുന്നു. 1, 2, 3 കുരങ്ങച്ചൻ എണ്ണി. വാലാട്ടിക്കിളി നീട്ടിക്കൂവി. മത്സരം ആരംഭിച്ചു. നിമിഷങ്ങൾക്കകം കിട്ടു പകുതി ദൂരം പിന്നിട്ടു. പാവം ആമച്ചേട്ടൻ പതിയെ പതിയെ നടന്നു നീങ്ങി. നിമിഷങ്ങൾ കൊണ്ട് പകുതി ദൂരം പിന്നിട്ടപ്പോൾ കിട്ടുവിന് അഹംഭാവം വർദ്ധിച്ചു. ആമച്ചേട്ടൻ പകുതി ദൂരം എത്താൻ തന്നെ വളരെ നേരമെടുക്കുമെന്ന് വിചാരിച്ച് കിട്ടു ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങി. എന്നാൽ ആമച്ചേട്ടനോ പതിയെ പതിയെയാണെങ്കിലും പകുതി ദൂരം പിന്നിട്ട് കിട്ടുവിൻ്റെ അടുത്തെത്തി. മരച്ചുവട്ടിൽ സുഖമായി ഉറങ്ങുന്ന മുയലിനെ കണ്ട് ആമച്ചേട്ടൻ പറഞ്ഞു, അഹങ്കാരി. കിട്ടുവിനെ ഉണർത്താതെ ആമച്ചേട്ടൻ വളരെ വേഗം നടന്ന് പൊട്ടക്കിണറിനടുത്തെത്തി. അവിടെ ആമച്ചേട്ടനെയും കാത്ത് മൃഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കുരങ്ങച്ചൻ വന്ന് വിളിച്ചുണർത്തിയപ്പോഴാണ് കിട്ടു ഞെട്ടി ഉണർന്നത്. ആമച്ചേട്ടൻ മത്സരത്തിൽ ജയിച്ച വിവരം കുരങ്ങച്ചൻ കിട്ടുവിനോട് പറഞ്ഞു. കിട്ടു ഞെട്ടിത്തരിച്ചു. അവൻ കിണറിനടുത്തേക്ക് കുതിച്ചു പാഞ്ഞു. പൊട്ടക്കിണറിനടുത്ത് ആമച്ചേട്ടനെ കണ്ട കിട്ടു സ്തംഭിച്ചു നിന്നു. മൃഗങ്ങൾ കിട്ടുവിനെ കണക്കിന് കളിയാക്കി. അവർ ആമച്ചേട്ടനെ തോളിലേറ്റി നടന്നു. ഈ കഥ കേൾക്കൂ. ആമയുടെ ആകാശയാത്ര. അവിവേകം ആപത്തെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു കാടിന്റെ നടുവിലുള്ള തടാകത്തിൽ ഒരു വായാടിയായ ആമച്ചേട്ടൻ താമസിച്ചിരുന്നു. Lagu baik nung video, livido, usti hasal le darava, milingi, yalas na maglago. Mamar kara banet na pasachil, unong radot na nalalawadi, masa video. ആമച്ചേട്ടന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു വെളുത്ത 2 കൊക്കുകൾ. ഒരു വായാടിയായിരുന്ന ആമച്ചേട്ടൻ തടാകത്തിലെ കഥകളും കാട്ടിലെ വിശേഷങ്ങളും സരസമായി പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ചിരുന്നു. അങ്ങനെയിരിക്കെ വേനലിന്റെ കാഠിന്യം വർദ്ധിച്ചു.
തടാകത്തിലെ വെള്ളം വറ്റി. ഇങ്ങനെ പോയാ മീനുകൾക്കൊപ്പം ഞാനും ചാവും. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇവിടെ കിടന്നാ ഞാൻ ചത്തുപോകും. ശരിയാണ്, ആമച്ചേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷെ എങ്ങനെയാണ് കൊക്കുകളായ ഞങ്ങൾക്ക് ആമച്ചേട്ടനെ കൊണ്ടുപോകാൻ കഴിയുക? ഞാനൊരു കമ്പിന്റെ നടുവിൽ കടിച്ചു തൂങ്ങിക്കിടക്കാം. നിങ്ങൾ രണ്ടുപേരും കമ്പിന്റെ രണ്ടറ്റത്തും കൊത്തിക്കൊണ്ട് പറക്കണം. സൂത്രം കൊള്ളാം. പക്ഷെ ഒരു കാര്യം, പറക്കുന്നതിനിടയിൽ വാ തുറക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. ഞാൻ സംസാരിക്കില്ല. ആമച്ചേട്ടൻ ആദ്യം ഒന്ന് വിരണ്ടെങ്കിലും ആകാശയാത്ര നല്ല രസമായി തോന്നി. വായാടിയായ ആമച്ചേട്ടനാണെങ്കിലോ ഒന്നും സംസാരിക്കാൻ കഴിയാത്തതിൽ മാത്രമേ വിഷമമുണ്ടായിരുന്നുള്ളൂ. രണ്ടു കൊക്കുകൾ ആമയെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോ കാക്കയ്ക്ക് കൗതുകം തോന്നി. കാക്ക ആമച്ചേട്ടനെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, ഇതെന്താ ആമ പറക്കുന്നോ? കാക്കയുടെ പരിഹാസം കേട്ടപ്പോ ആമച്ചേട്ടന് സഹിച്ചില്ല. മറുപടി പറയാൻ വാ തുറന്നതും കമ്പിലെ പിടിവിട്ടതും ഒന്നിച്ചായിരുന്നു. അയ്യോ! ആമച്ചേട്ടൻ തനിക്ക് പറ്റിയ അമളിയോർത്ത് ഇളിഭ്യനായി മടങ്ങി. എന്റെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ മഞ്ചാടി ചെപ്പിലെ പാട്ടും കഥയും ഒക്കെ ഇഷ്ടമായോ? പുതിയ പാട്ടുകളും കഥകളുമായി ഞാൻ വീണ്ടും എത്തും. ബൈ ബൈ. കൂടുതൽ വിവരങ്ങൾക്ക് ലോഗോൺ ടു www.hibiscusmedia.com. ഇമെയിൽ twinkle@hibiscusmedia.com. തിളങ്ങുന്ന താരകമേ മാനത്തൊന്നു നീങ്ങു പോരാമോ? മിന്നിത്തിളങ്ങുന്ന താരകമേ മാനത്തൊന്നു